ഡ്രീം സ്റ്റിച്ചിങ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു ബ്യൂട്ടി ടിപ്പായിട്ടാണ് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലിടാനായിട്ട്. ഫേസിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ഈ സൺ ടാൻ അടിച്ച എവിടെ വേണമെങ്കിലും നമുക്ക് ഇപ്പം ഞാൻ ഈ പറയുന്ന പാക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അധികം സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള ഒരു സാധനം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ആൻറ്റി ടാൻ പാക്ക് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ നല്ല ഫ്രഷായിട്ട് പോകും. തിരിച്ച് വരുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഈ ഞാനാണോ ഇവിടെ നിന്ന് പോയതെന്ന് ഓർക്കും. അതുപോലെ നമ്മുടെ ഫേസ് എല്ലാം ടാൻ വരും. ഫേസ് മാത്രമല്ല, ഇപ്പോൾ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും ഒക്കെ ഈ സൺ ടാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന പാക്ക് നിങ്ങൾ ഇപ്പോൾ കയ്യിലോ കാലിലോ ഫേസിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് ചെയ്യുവാണെങ്കിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ പുറത്ത് പോയി വന്ന ഉടനെ തന്നെ ഒന്ന് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, ഇപ്പോൾ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി വന്ന ഉടനെ തന്നെ നമ്മൾ കുളിക്കുമല്ലോ. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ചെയ്താലും മതി കേട്ടോ. ഉടനെ തന്നെ നിങ്ങൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിക്കുകയാണെങ്കിൽ കുളിച്ചിട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പാക്ക് അപ്ലൈ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫേസിലൊക്കെ ആണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഈ പാക്ക് യൂസ് ചെയ്യാം. എപ്പോഴും പുറത്ത് പോയാൽ തിരിച്ച് നമ്മൾ വീട്ടിൽ വന്ന ഉടനെ തന്നെ ചെയ്തോളാം. അപ്പോഴേ നമുക്കിതിൻ്റെ റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുള്ളൂ. നമ്മൾ പിന്നെ പുറത്ത് പോയി വന്നാലേ അയ്യോ ടയേർഡാണ്, എന്നാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം എന്നിട്ട് ചെയ്യാമെന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ ഇപ്പോൾ അല്ലാതെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അല്ല, ഞാൻ ഈ പുറത്ത് പോയി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അന്നേരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീടാണെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നാളെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഈ പാക്കിനുള്ള കാര്യം റെഡിയാക്കി വെക്കണം. അത് നമുക്കറിയാമല്ലോ, നാളെ എനിക്ക് നേരം വെളുക്കുമ്പോൾ എനിക്ക് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഷോപ്പിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ നമ്മളുടെ ഈ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനം റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ ഞാനിനിയിപ്പോൾ സസ്പെൻസൊക്കെ കളയാം. എന്താ സാധനമൊന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ അല്ലേ? വേറെ ഒന്നുമല്ല, ഉലുവയാണ് കേട്ടോ. എല്ലാവരുടെയും കിച്ചണിൽ ഈ ഉലുവ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഉലുവ നമുക്ക് സ്കിന്നിന് ഭയങ്കര ഗുണങ്ങൾ തരുന്നതാണ് കേട്ടോ. അതായത് ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ, അത് പല രീതിയിൽ ഉപയോഗിക്കാം. ഒരു രീതിയിൽ മാത്രമല്ല, ഇപ്പം ഞാനിവിടെ ഒരു രീതിയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഉലുവ പല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. സ്കിന്നിൽ മാത്രമല്ല, ഹെയറിലും എല്ലാം നമുക്ക് ഉലുവ യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഗുണങ്ങളുള്ളൊരു സാധനമാണ് ഉലുവ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സ്കിന്നിലും ഹെയറിലും മാത്രമല്ല, നമുക്ക് നമ്മുടെ അകത്ത് കഴിക്കുന്നതും ഒരുപാട് അസുഖങ്ങൾ, അതായത് കൊളസ്ട്രോളിനും ഷുഗറിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ സൺ ടാൻ ഒക്കെ വന്ന് നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പ് മാറാൻ എങ്ങനെയാണ് ഈ ഉലുവ നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് കാണിച്ചു തരാം, എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പാക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള ഉലുവ നിങ്ങൾ എടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് തലേ ദിവസം രാത്രിയിലാണ് കേട്ടോ ഞാനിതെടുത്ത് വെച്ചത്. അപ്പോൾ ഇപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ ഉലുവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ള ഈ വെള്ളം ഞാനൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഈ ഉലുവ വെള്ളം ഒരു നല്ല ക്ലെൻസറാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതെടുത്ത് വെച്ചത് നമ്മൾ വേറെ ഏതെങ്കിലും പാക്കൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് വെച്ച് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി ഈ ഉലുവ ഞാൻ ഈ ഒരു ചെറിയ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട്.
ഞാനിവിടെ എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പാക്ക് അപ്ലൈ ചെയ്യണത്. അപ്പോൾ സാധാരണ പാക്ക് അപ്ലൈ ചെയ്യണ പോലെ ഇത് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ വിരലുകൊണ്ട് ഇതിങ്ങനെ നന്നായിട്ട് ഒട്ടിച്ച് വെക്കണം ഫേസിൽ. പിന്നെ അലർജിയുള്ള സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് ഫേസിലേക്ക് ആദ്യം തന്നെ അപ്ലൈ ചെയ്യരുത് കേട്ടോ. ആദ്യം നിങ്ങൾ കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് തൈരും ചെറുനാരങ്ങ അലർജി ആണെന്നുണ്ടെങ്കിൽ അതിന് പകരം തക്കാളി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊരു പാക്ക് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ കഴുത്തിലും ചെവിയിലും കൂടി അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പാക്ക് ഇടുന്നത് പോലെയാണ് കേട്ടോ. ഫുൾ ബോഡിയൊക്കെ നിങ്ങൾ പാക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കയ്യിലിടുന്ന പോലെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുളിക്കാം. അപ്പോൾ അതേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പാക്കെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഫേസിലെ പാക്കെല്ലാം കളയാനായിട്ടിട്ട് ഒരു 30 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഫേസിലിട്ടിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആവില്ല. നമ്മൾ വേറെ പാക്ക് ഇടുമ്പോൾ ഡ്രൈ ആവണ പോലെ ഡ്രൈ ആവില്ല. പക്ഷെ നമുക്ക് സാധാരണ പാക്ക് തുടച്ച് കളയണ പോലെ കളയാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ ഈ സ്പാറ്റില യൂസ് ചെയ്താണ് കേട്ടോ പാക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ സ്പാറ്റില ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റ് സ്മൂത്തായിട്ടുള്ളൊരു സ്പൂൺ നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ സ്പാറ്റില എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡിലും മൂർച്ചയില്ലാത്ത ആണ്. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. അത് കത്തിയല്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കത്തിയൊന്നും ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇത് മൂർച്ചയില്ലാത്ത സ്പാറ്റില എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ ഇത് ഉപയോഗിച്ചാണെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ അവർ നമുക്ക് വാക്സിങ്ങിനൊക്കെ വാക്സ് നമ്മുടെ ബോഡിയിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യണ ഈ സ്പാറ്റില യൂസ് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് പാക്ക് റിമൂവ് ചെയ്യാനായിട്ട് എടുത്തേക്കണത്. അതിനുശേഷം നമുക്ക് ഒരു ക്ലോത്ത് ടിഷ്യൂ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യം വെള്ളത്തിൽ നനച്ച് നമ്മളിങ്ങനെ വൃത്തിയാക്കണം കേട്ടോ. ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കണോണ്ട് 2-3 പ്രാവശ്യം വൃത്തിയാക്കേണ്ടി വരും. ഇപ്പോൾ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യണത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ ഈ പാക്കൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും. ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്ത് കാണിച്ചു തന്നപ്പോൾ അത് അപ്ലൈ ചെയ്യാനും എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത ആ സെയിം രീതിയിൽ തന്നെ നിങ്ങളത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ഒട്ടും തന്നെ മടി കാണിക്കരുത് കേട്ടോ. മടി കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ മടിയൊന്നും കൂടാതെ എല്ലാവരും സമയമൊക്കെ ഉണ്ടാക്കിക്കൊള്ളാം. നിങ്ങൾ സമയമില്ലെന്ന് പറയുകയേ ചെയ്യരുത് കേട്ടോ. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇങ്ങനെ ചെയ്താലും, ഇനി പുറത്ത് പോകാതെ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്കും യൂസ് ചെയ്യാം കേട്ടോ. പുറത്ത് പോയി വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ നമുക്ക് സൺ ടാനിന് പുറത്തൊക്കെ പോയി വരുമ്പോഴാണല്ലോ സൺ ടാൻ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിൽ വരണം. അപ്പോൾ അതുകൊണ്ട് അന്നേരം തന്നെ അത് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ പുറത്തൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ പാക്ക് ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിന് നമ്മളുടെയൊക്കെ എല്ലാവർക്കും ഒരു നാച്ചുറൽ കളറ് നമ്മുടെ ബോഡിക്ക് ഉണ്ട്. ആ കളറ് നമ്മൾ പുറത്തെല്ലാം പോയി വെയിലൊക്കെ കൊണ്ടുകഴിയുമ്പോഴത്തേനും ഒന്ന് മങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം മാറ്റി നമ്മുടെ ശരിക്കുള്ള ആ സ്കിൻ ടോൺ നിലനിർത്താൻ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അപ്പോൾ ഈ ഉലുവയുടെ പാക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലെ ചുളിവ് മാറാനും പിന്നെ നമ്മുടെ കുരുവൊക്കെ വന്ന കറുത്ത പാടുകളൊക്കെ ഇല്ലേ അതെല്ലാം മാറാനും എല്ലാം ഒരുപാട് നല്ലതാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കണം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ വെയിലൊക്കെ കൊണ്ട് നടക്കുന്നത് ആണുങ്ങളൊക്കെയാണ്. കാരണം അവർ ബൈക്കിലൊക്കെ പോകുമ്പോഴൊക്കെ അവർക്ക് ഒരുപാട് ഈ സൺ ടാനൊക്കെ അടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുട്ടികളാണെങ്കിലും ഒക്കെ ഈ പാക്ക് യൂസ് ചെയ്യണം. നല്ല നിങ്ങൾക്കാണെങ്കിൽ ഡെയിലിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം യൂസ് ചെയ്യുക. പിന്നെ പുറത്ത് പോയി വരുമ്പോൾ മസ്റ്റായിട്ടും ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ടാനൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ഗ്ലോ ആയിട്ട് വെക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.